തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുന്നു. ആടെ പറയാൻ വീട്ടുകാർക്ക് അറിയാമോ വല്ല കാര്യങ്ങളും? ഒരു കാര്യമില്ല. ഇന്നലെ എന്റെ 500 രൂപ അടിച്ച് തേങ്ങയും വെളിച്ചെണ്ണയും മേടിക്കാൻ കൊണ്ടുപോയ പൈസ തോന്നിയത് സാധനവും വന്നില്ല, പൈസയും ഇല്ല. അതല്ലേ ഞാൻ മെനഞ്ഞാന്ന് തേങ്ങ മേടിച്ചത്. ഇന്നലെ മേടിച്ച പൈസക്ക് എങ്ങനെയാണ് മെനിഞ്ഞാന്ന് തേങ്ങ മേടിക്കണത്? എടി മെനഞ്ഞാന്ന് ചന്ദ്രന്റെ ഇടയിൽ ഞാൻ തേങ്ങ കടം വാങ്ങിച്ചത്. ആ പൈസ അവന് കൊടുക്കണ്ടേ? നിങ്ങളുള്ള ഉടായ്പ കാണിക്കാതാ. സത്യം എന്തെന്ന് വെച്ചാ പറയും. പൈസ 500 രൂപ അടിച്ചോണ്ട് എന്തിന് ചെയ്തെന്നുള്ളത് സത്യം പറയും. പൈസ അടിച്ചോണ്ടായി സാധനം കൊണ്ടുവരാതെ ഇതെവിടെ നിന്ന് കിട്ടി ഈ സാധനം? ഇത് നിങ്ങൾക്ക് അറിയാൻ വയ്യ ഇതെവിടെ നിന്ന് കിട്ടിയെന്ന്? ഇത് കിട്ടിയ കാര്യം പറഞ്ഞാ നിനക്ക് സങ്കടം വരണം. എനിക്ക് സങ്കടം വരണോ? ഞാൻ നിങ്ങളെ മണ്ടയ്ക്ക് അടിക്കണോന്ന് ഞാൻ പിന്നെ തീരുമാനിക്കാം. ഞാൻ ഉള്ള കാര്യം പറയാം, സത്യം പറയാം. എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഞാൻ പറയണത്. ഞാൻ പണി കഴിഞ്ഞ് വന്നിട്ട് കടയിൽ പോയി 1 കിലോ വെളിച്ചെണ്ണയിലെയും 2 കിലോ തേങ്ങയുടെ വില വെച്ചു. അപ്പം 700 രൂപ. അമ്മ എൻ്റെ ചങ്ക് പറഞ്ഞു പോയി. അല്ലാത്തൊരു മനപ്രയാസമായി ഇപ്പോൾ അടിക്കാരണം. പിന്നെ ആ പ്രയാസം തീർക്കായി ഞാൻ ഒരു 350 രൂപ കൊടുത്തൊരു പൈൻ്റ് എടുത്തു. എന്നാലും നമുക്ക് 350 രൂപ ലാഭമല്ലേ? കൊള്ളാം. എന്നാലേ ഇന്ന് കൂട്ടാൻ വെക്കുമ്പോഴേ ഞാൻ ഇത് ഒഴിച്ച് കടുവറുത്ത് തരാം കേട്ടാ. അപ്പം ഇത് ഒഴിക്കുമ്പോൾ 290 കണക്കാക്കി ഒഴിക്കണേ, എന്നാലും എനിക്ക് പിടുത്തം കിട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇത് ഒഴിച്ച് കടുവറുക്കണേനെ പകരത്തി നിങ്ങൾക്ക് പെട്ടെന്ന് ഫിറ്റാവാൻ വേണ്ടിട്ട് ഞാൻ ഇതങ്ങെടുത്ത് വേണ്ട നിങ്ങളെ തലയില് കൂടെ കഴിച്ചു തരാം. സാധനം പോയി